ഈ മായേച്ചി വിളിച്ച അവന് വരാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 1 വർഷമായില്ലേ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. നമുക്ക് പോവാം മായേ. ഇല്ല, അവൻ വരും. Dear parents and students, ഈ സന്തോഷം നമുക്ക് ഒന്നിച്ചു പങ്കുവെക്കാം. ഈ സ്കൂളിൻ്റെ എന്നല്ല കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ ദേവൻ. ഒരു കാൽക്കുലേറ്ററിനേക്കാളും വേഗതയിൽ ദേവദാസിന്റെ ബുദ്ധിശക്തിയുടെ മാറ്റുരയ്ക്കുന്ന എബാക്കസ് എന്ന ഇന്റലക്ച്വൽ മിറാക്കിൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. How much? 45,35,232. Correct. Next one. 8,21,90,177. Exactly. ഈ മിടുക്കനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഈ സ്കൂളിലെ 1ാം സ്ഥാനക്കാരായിരിക്കുന്ന മറ്റ് 9 ബ്രില്യൻ സ്റ്റുഡൻസിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായ ഈ 10 പേരും ഒരു വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾ അതിശയിച്ചേക്കാം. പക്ഷെ അതാണ് സത്യം. ഈ സ്ഥാപനത്തിൻ്റെ പ്രസ്റ്റീജ് ഉയർത്തിയ മിടുക്കന്മാരെയും മിടുക്കികളെയും നമുക്ക് സമ്മാനിച്ച ഇവരുടെ രക്ഷകർത്താവിനെ കൂടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, സന്തോഷവും അഭിമാനവും നിറഞ്ഞൊരു മനസ്സോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. പ്രഗത്ഭരും പ്രശസ്തരുമായവരുടെ കുട്ടികൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ എൻ്റെ മക്കൾ ഇന്ന് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. 3 വർഷം മുൻപൊരു പ്രഭാതത്തിൽ ഈ മഹാനഗരത്തിൻ്റെ ഓരത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ് ദേവദാസ് എന്ന ഈ കുരുന്നിനെ. തെരുവുകളിൽ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കാൻ അവൻ്റെ ദേഹത്താകെ പൊള്ളലേൽപ്പിച്ചിരുന്നു. വേദനയും വിശപ്പും കൊണ്ട് തളർന്നു കരഞ്ഞ ആ പിഞ്ചു കുഞ്ഞിനെ സാമൂഹ്യ ദ്രോഹികൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്താതെ ഞാനെന്നാ തെരുവിൽ തന്നെ ഉപേക്ഷിച്ചു പോന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ സ്കൂളിൻ്റെ സത്പേര് ഉയർത്താൻ ഒരു ദേവദാസ് ഉണ്ടാവുമായിരുന്നില്ല. ഈ 10 കുട്ടികളെയും പലപ്പോഴായി ഈ തെരുവോരങ്ങളിൽ നിന്ന് ഈശ്വരൻ എനിക്ക് സമ്മാനിച്ചതാണ്. അനാഥ കുഞ്ഞുങ്ങൾക്ക് സാധാരണ അഗതി മന്ദിരം മാത്രമേ അഭയമായിട്ടുള്ളൂ. പക്ഷേ മറ്റു കുട്ടികളെ പോലെ തന്നെ എൻ്റെ കുട്ടികളെയും ഇതുപോലൊരു നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതിന് സഹായിച്ച ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനോട്
ഞാൻ എൻ്റെ നന്ദി അറിയിക്കട്ടെ. കടല 2 മൈദ 3 മൈദ മൊത്തം 15 കൂട്ടം. ആകെ മൊത്തം 918 റുപ്യ കലിംഗ് സാധനം എടുക്കാൻ പറയട്ടെ. ആദ്യം കാശ് എടുക്കും. അത് പറ്റില്ല, എഴുതിയാ മതി. പറ്റെഴുതൽ നിർത്തി. സ്നേഹാലയത്തിന് പറ്റെഴുതി 200 പേരുടെ പുസ്തകം തീർന്നു. അതിൽ പറ്റുക മാത്രമേ ഉള്ളൂ, വരവുക ഇല്ല. മായക്കുഞ്ഞിന് ശമ്പളം കിട്ടുമ്പോ കാ കൊണ്ട് തരത്തില്ലേ ഗോപാലേട്ടാ? നീ മിണ്ടരുത്. മാസം 10,000 രൂപ പറ്റിയിട്ട് ശമ്പളം കിട്ടുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ചുകൊണ്ടൊന്ന് തരും. ഇതേ എനിക്ക് ജീവിക്കാൻ വേണ്ടി നടത്തുന്ന കടയാണ്, അല്ലാതെ ദുരിതാശ്വാസ ക്യാമ്പല്ല. ഈ ഒരു ദിവസം തള്ളിവിടാനുള്ള മൈദയും വെളിച്ചെണ്ണയിലും താകോലേട്ടാ. അനാഥ പിള്ളേർ 2 ദിവസം പട്ടിണി കിടന്നെന്ന് വെച്ച് ചത്തൊന്നും പോകുന്നില്ല. തന്നോട് പോകല്ലേ പറഞ്ഞത്. എനിക്കിവിടെ വേറെ പണിയുണ്ട്. തേങ്ങാക്കുറ മേടിക്കാനാണ്. തനിക്ക് ഈ മുളക് പൊടി പോകുമ്പോ അവനെന്നും വിശപ്പല്ലേ? പഠിത്തത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ശാപ്പാടടിയുടെ കാര്യത്തിലും ഫസ്റ്റ് റാങ്ക് ഇവനുള്ളത്. ഇതാരാ ഇത്? കിങ്ങിണി എന്റെ ചക്കര കുട്ടിയല്ലേ? ആള് ഭയങ്കര ചൂടിലാണല്ലോ. സാമി അണ്ണൻ എന്തിയേ? വാവ പാല് കുടിച്ചായിരുന്നോ? തന്നില്ലേ? അതെന്തു പറ്റി? അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ പിണങ്ങിയില്ലേ? ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. കിങ്ങിണിക്ക് പാല് കൊടുക്കാത്തോണ്ട് നമ്മൾ ഇന്ന് അയാളെ കൊണ്ട് 100 തവണ ഏത്തടിപ്പിക്കണം. വാ വാ. ഭഗവതി, ഇനിയിപ്പോ എന്താ ചെയ്യുക? സാമേണ്ണ, ഓ വന്ന് മദർ തെരേസയും മക്കളും. സാമേണ്ണ കുഞ്ഞിന് പാല് കൊടുത്തില്ലേ? ഇല്ല. അതെന്താ കൊടുക്കാഞ്ഞ്? ഇല്ലാഞ്ഞിട്ടാ കൊടുക്കാഞ്ഞത്. അപ്പൊ പാല് വാങ്ങിയില്ലേ? വാങ്ങാഞ്ഞതല്ല, തരാത്തതാ. പാല് മാത്രമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു സാധനം ദൈവം സഹായിച്ച് നീ വീട്ടിലില്ല. ഇത്രയും വലിയ വീടും വാടകയ്ക്ക് എടുത്ത് നല്ല ഉടുപ്പ് പിടിച്ച് 10-12 മക്കളും തള്ളയേറ്റ് ചെത്തി നടക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വിശപ്പിന്റെ വിളിയറിയുന്ന നല്ലതാ. വന്ന വഴി മറക്കാതിരിക്കാം. പെരുവഴി. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴുള്ള ഷേപ്പ് അല്ലല്ലോ ഇപ്പോഴത്തെ ഷേപ്പ്. ഇപ്പൊ കണ്ടാ കോടീശ്വരന്റെ മക്കളെ പോലെ അല്ലേ തോന്നും. സത്യം മരിച്ചു, ക്രോധം ജയിച്ചു, സത്യാന്വേഷിതൻ മാംസം ഭുജിച്ചു. എന്തേ നിർത്തിക്കളഞ്ഞ? ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത്, ഞാൻ തന്നെ പാടുന്ന പുതിയ പാട്ടായി കേറിട്ട് അസലായിട്ടുണ്ട്. കുരിശി കിടക്കുന്ന കർത്താവ് എഴുന്നേറ്റ് ഓടുവന്ന എന്റെ പേടി. അത്രയ്ക്ക് അങ്ങോട്ട് കളിയാക്കണ്ട കേട്ടോ. നിന്നെ ഞാൻ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നീയും എന്റെ പാട്ട് ഒത്തിരി പാടിയിട്ടുള്ളതാ. അല്ല, എന്നെ ഊതാനാണോ രാവിലെ ഇങ്ങോട്ട് എഴുന്നല്ലേ? എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഞാനും നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങളെ ആ പല്ലവി ട്യൂൺ തെറ്റാതെ പാടി പഠിച്ചോട്ടാ. ഞാൻ ഈ പച്ചരാജരോടൊന്ന് സംസാരിച്ചിട്ട് വരാം. അനാഥാലയത്തിന്റെ മുന്നിലുള്ള കുരിശരുടെ താഴെ 6 മാസം പോലും തികയാത്തൊരു പെൺകുഞ്ഞിനെ എനിക്ക് കിട്ടിയിട്ട് 23 വർഷം കഴിഞ്ഞു. ഇപ്പൊ നീ വലിയ ജേർണലിസ്റ്റൊക്കെ ആയിരിക്കാം, പക്ഷെ അനാഥത്വത്തിന്റെ വേദനയും സ്നേഹത്തിന്റെ വിലയും ഒക്കെ ശരിക്കും അറിഞ്ഞോളാം. നീ പഠിച്ച് ജോലി കിട്ടിയപ്പോ സ്വന്തമായി താമസിക്കാൻ ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. എന്നാലും വീണ്ടും ഈ പ്രാരാബ്ദമൊക്കെ വലിച്ച് ചക്രശ്വാസം വലിക്കണോ? കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന തെറ്റൊന്നുമല്ല, പക്ഷെ അവരെ ഈ പബ്ലിക് സ്കൂളിലൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ. പണ്ട് ഇതുപോലെ അച്ഛനും ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു മായ ഉണ്ടാവുമായിരുന്നു. അതൊക്കെ ശരി തന്നെ, പക്ഷെ നാളെ അവരെ എങ്ങനെ പോറ്റും? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ അലറി വിളിച്ച് പ്രസംഗിക്കാറില്ലേ? അതുപോലെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നോളും. തൽക്കാലം ഇന്നത്തെ കാര്യം നടത്താൻ ഒരു 2000 രൂപ അച്ഛന് തരാൻ പറ്റുമോ? എന്റെ കയ്യിൽ അത്രയും കാശൊക്കെ ഇല്ല മോളെ. പള്ളിയിലെ വീഞ്ഞെടുത്ത് സ്മോൾ അടിക്കുന്നവർക്ക് വിറ്റിട്ടാ ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുന്നത്. അനാഥാലയമൊക്കെ ഇപ്പൊ വലിയ ബിസിനസ് അല്ലേ. അതുപോലെ ഷോ കാണിക്കാനും മറ്റുള്ളവരെ പറ്റിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പൊ ഒരു 10-200 വേണേ തരാം. വേണ്ടച്ചോ, അത് ചുരുട്ടി അച്ഛന്റെ ലോഹയുടെ പോക്കറ്റിലിട്ടോ. ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ, ഓഫീസിൽ ചെന്ന് അഴകിയ രാവണന്റെ കാല് പിടിച്ചു നോക്കാം. ഞെട്ടണം, ജനങ്ങളെ ഞെട്ടിക്കണം. ഞെട്ടിക്കുന്ന വാർത്തകളില്ലെങ്കിൽ അധികം താമസിയാതെ ഈ ടെലിവിഷൻ ചാനൽ അടച്ചു പൂട്ടും. എന്താണ് തീരുമാനം? ജനങ്ങളെ ഞെട്ടിക്കണോ അതോ ഈ വാർത്താ ചാനൽ അടച്ചു പൂട്ടണോ? എന്നും എങ്ങനെ ഞെട്ടിക്കാനാ സാർ? താനൊക്കെ എന്തോ ഉണ്ടാക്കാനാ രാവിലെ ഈ ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് നടക്കുന്നത്? പട്ടിയുടെയും പൂച്ചയുടെയും പണം എടുക്കാനോ?
പണ്ട് കോഴിക്കോട് സജീനയുടെ പുറകെ നമ്മൾ ക്യാമറയും കൊണ്ടുപോയതുപോലെ പോണം. അന്നായിരുന്നു ഞെട്ടിക്കുന്ന വാർത്തകളുടെ ചാകര. സജീന ഓട്ടോയിലോട്ട് കയറുന്നു, നമ്മളും കൂടെ കയറുന്നു. സജീന ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മളും കൂടെ ഇറങ്ങുന്നു. മൂത്രപ്പര ഒഴിച്ച് സകലെടുത്തും സജീനയെ നമ്മുടെ ക്യാമറ ഒപ്പിയെടുത്തു. രാവിലെ പീഡിപ്പിച്ചെന്ന് വാർത്ത, ഉച്ചയ്ക്ക് പീഡിപ്പിച്ചില്ല എന്ന് വാർത്ത, വൈകുന്നേരം പീഡിപ്പിച്ചേക്കുമെന്ന് വാർത്ത. ഞെട്ടിച്ചു കളഞ്ഞില്ലേ? പ്രേക്ഷകരെ ഗംഭീരമായി ഞെട്ടിക്കാൻ ഈ കോശി വിചാരിച്ചാലേ കഴിയത്തുള്ളൂ സാറേ. വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളെ വെട്ടിലാക്കാൻ എനിക്കുള്ള മിടുക്ക് ഈ ചാനലിൽ വേറെ ആർക്കാ ഉള്ളത്? ന്യൂസും വായിച്ച് വിജ്ഞാനം വിളമ്പി ഇതിനകത്തിരിക്കുന്ന അല്ല മിടുക്ക്. പുറത്തോട്ട് പോയി ചൂടുള്ള വാർത്തകൾ തപ്പടോ. തപ്പാൻ സാറല്ലേ മിടുക്കൻ. എല്ലാരും പോയട്ടെ, ഞെട്ടിക്കുന്ന വാർത്തയും കൊണ്ടേ വരാവേ. ചീപ്പോടെ താനിതുവരെ പോയില്ലേ? വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ് മായ. Sir. ഞെട്ടിക്കുന്ന എന്ത് വാർത്തയാണ് നിങ്ങൾക്ക് തരാനുള്ളത്? സർ അത് പഞ്ചസാരയുടെ അസുഖം കൂടിയിട്ട് ഒരു ചാനലിന്റെ MD തട്ടിപ്പോയെന്ന് എഴുതി കൊടുക്ക്. ഞെട്ടിക്കുന്ന വാർത്തയായിരിക്കും. മിസ് മായ, നിങ്ങൾ എന്താ ഇത്ര ലേറ്റ് ആയത്? അത് പിന്നെ ഞാൻ ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. സെൻസേഷണൽ ന്യൂസ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? സർ ഞാനൊരു പേഴ്സണൽ മാറ്റർ പറയാനാ വന്നത്. എന്താണ് പേഴ്സണൽ മാറ്റർ? സെൻസേഷണൽ ആണോ? സർ എനിക്കൊരു 2000 രൂപ വേണം. ഞെട്ടിക്കുന്ന വാർത്ത കൊണ്ടുവരുന്നതിന് പകരം എന്നെ ഞെട്ടിക്കാനാണോ മായ വന്നിരിക്കുന്നത്? അത്യാവശ്യമായതുകൊണ്ടാണ് സർ. എന്റെ ഈ മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് തന്നാ മതി. ഈ അഡ്വാൻസ് വാങ്ങിക്കാൻ ഒരു സ്ഥിരം ഏർപ്പാടാക്കിയിരിക്കുകയാണല്ലോ. ഈ മാസത്തെ സാലറി എങ്ങനെ കൊടുക്കുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു സാലറി അഡ്വാൻസ്. ശരി, കേരളത്തിൽ ഈ ഒരു ചാനൽ മാത്രമല്ലല്ലോ ഉള്ളത്. ആ കേരള ടിവിക്കാർ കുറെ നാളായിട്ട് അങ്ങോട്ട് ചെല്ലാൻ എന്നെ പ്രസ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. മായേ, എന്താ സാർ? മായക്ക് എത്ര രൂപ വേണം? ഞാൻ തരും. ഈ രാധാരമണം തരും. താങ്ക് യു സർ. ആലുവ മണപ്പുറത്ത് തത്തേന്റെയും പത്തപുതതും കാപ്പറിച്ചതും കറിക്കരിഞ്ഞതും കൂട്ടാൻ വെച്ചതും തീ അറിഞ്ഞോടി. ആലുവ മണപ്പുറത്ത് തത്തേന്റെയും 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 തത്തേന്റെയും
വെറുതെ തോന്നിയതായിരിക്കും. തോന്നിയതോ? ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതല്ലേ. ഒരു പൊട്ടിച്ചിരി, കാൽച്ചിരങ്കേടത് പോലത്തൊരു ശബ്ദവും. അയൽവക്കത്ത് 2 ദിവസം ഞാനില്ലാതെ വന്നപ്പം എന്തു ആവാന്ന് പ്രേതത്തിന് തോന്നിക്കാണും. നമ്മൾ പിക്നിക്കിന് പോയതറിഞ്ഞുന്ന പ്രേതായിരിക്കോ? ഏയ്, ഇതിവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന പ്രേതങ്ങളാ. ഈ ബ്രിട്ടീഷ് വില്ലയിലെ പണ്ടൊരു സായിപ്പും മദാമയും തൂങ്ങി മരിച്ചിട്ടുണ്ട്. അത് ഞാനും കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വീട് വാടകയ്ക്കെടുക്കാതെ അപ്പുറത്തെ വീട് വാടകയ്ക്കെടുത്തത്. ഏതായാലും നമ്മൾ ഇത്രയും പേരില്ലേ, ഒന്ന് പോയി നോക്കിയല്ലോ. അയ്യോ, ഇവിടെ ഒരു പ്രേതത്തിന്റെ മണം. ശരിയാ, ഒരു ശവത്തിന്റെ മണം. രണ്ടും കൂടെ മനുഷ്യരെ പേടിപ്പിക്കലേ. പറഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പൊ വിശ്വാസായില്ലേ? നല്ല കിടക്കണം. ഇത് കണ്ടിട്ട് ഒരു അനാട്ടമി ലാബ് പോലെ ഉണ്ടല്ലോ. ഈശ്വരാ, എന്താ എന്താ ഒരു ഒച്ച കേട്ടത്? ജംബോ, എന്തോ എവിടെ? ഇല്ലല്ലോ, ഇപ്പൊ മുമ്പിൽ ഞാൻ എന്നെ കയറി ഡ്രാക്കുളാന്ന് വിളിച്ചല്ലടാ. നിങ്ങളാരാ? ഞങ്ങൾ ആരാണോ അറിയില്ല. ഓ, അയിനോ വന്നപ്പോഴേ ഞാൻ അറിഞ്ഞു. അപ്പുറത്തെ അനാഥാലയത്തിലെ ചട്ടമ്പികളല്ലേ? ദേ, അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. ഇവിടുന്നാ? ഇവിടെ നോക്കണോ ട്രാക്കുളെ. ഞങ്ങളാരും അനാഥരല്ല. ഒരിക്കൽ കൂടി പറയാമോ? അത് നിങ്ങൾ തല്ലാൻ വേണോ? എന്തിനാ ചൂടാവണത്? എന്താ നിങ്ങളുടെ പേര്? ഐൻസ്റ്റൈൻ. ഐസ്ക്രീമോ? അല്ല, അലുവ. ആൽബർട്ട് ഐൻസ്റ്റൈൻ. ആൽബർട്ട് ഐൻസ്റ്റൈൻ മരിച്ചിട്ട് 10-70 വർഷമായല്ലോ. അത് മരിച്ച ഐൻസ്റ്റൈൻ, ഞാൻ മരിക്കാത്ത ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈൻ ദാമോദരൻ. നോബൽ സമ്മാനത്തിന് എന്നെ 2 പ്രാവശ്യം വിളിച്ചതാ, ഞാൻ പോയില്ല. സാർ എന്ത് ശാസ്ത്രജ്ഞനാ? ഞാൻ ജന്തു ശാസ്ത്രജ്ഞനാ. ഈ കുരങ്ങന്മാരിൽ നിന്നാണല്ലോ മനുഷ്യന്മാരെ ഉണ്ടാക്കിയത്. തിരിച്ച് മനുഷ്യന്മാരിൽ നിന്നും കുരങ്ങന്മാരെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള പരീക്ഷത്താണ് ഞാൻ. എന്തിനാ മനുഷ്യന്മാരെ കുരങ്ങന്മാരാക്കുന്നത്? എനിക്കൊരു കൂട്ടിന്. എന്റെ അമ്മേ, ആരാണ് എന്നെ ഇതിനകത്ത് കയറ്റിയത്? എന്താ എന്ത് പറ്റി? പറ്റാൻ പോണേ ഉള്ളൂ. ഒറിജിനൽ ഐൻസ്റ്റൈൻ വന്നു. Good morning, everybody. Good morning, sir. Damodar, who are these people? Neighbors ആണ് sir. Good. Hi, how are you? ഒരെണ്ണം ഇങ്ങാടും കൊടുത്തിട്ട് കയ്യെത്താ. Wow. Hi, buddy. ഹലോ അങ്കിൾ. Yeah. കൊടുക്കണോ. Something wrong? Sir, are you Mr. Scientist R.C. Shekhar? Yeah, absolutely right. Oh my God! സ്വാമിന, ഇതാരാണെന്നറിയോ? വലിയ ശാസ്ത്രജ്ഞനാ. ഇദ്ദേഹത്തെ നോബൽ സമ്മാനത്തിന് വരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. Sir, I'm a news reporter of New India Television. Oh. My name is Maya. Good. നല്ല പേര്. സാറിന് മലയാളം അത്യാവശ്യം അറിയാം. ജനിച്ചത് ബോംബെയിലാണ്. ഇപ്പോൾ താമസിക്കുന്നത് ന്യൂയോർക്കിലാണ്. പക്ഷേ ഞാൻ മലയാളത്തെ സ്നേഹിക്കുന്നു. കാരണം എന്റെ വൈഫ് മലയാളിയായിരുന്നു. സേതു ലക്ഷ്മി അല്ലേ സർ? A well-known classical dancer. Yeah. But now she's no more. അറിയാം സാർ. ന്യൂയോർക്കിൽ വെച്ചുണ്ടായ ഫ്ലൈറ്റ് ആക്സിഡന്റിൽ. Yeah. എന്നെയും എന്റെ മോളെയും തനിച്ചാക്കിട്ട് അവൾ പോയി. മോള് പഠിക്കുന്ന ലോസ് ഏഞ്ചലസിൽ. സർ, ഒരു സംശയം. 3 വർഷം മുൻപ് കാലിഫോർണിയയിൽ വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ സയൻസ് കോൺഗ്രസിൽ സാർ ഒരു ശാസ്ത്രരേഖ അവതരിപ്പിച്ചിരുന്നു. ഹ്യൂമൻ ബോഡിയിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിൽ അത് ട്രാൻസ്പെറന്റ് ആകുമെന്നും അങ്ങനെ അത് ഇൻവിസിബിൾ ആക്കാമെന്നും. അത് നടക്കുന്ന കാര്യമില്ലെന്നാണ് ശാസ്ത്രലോകം മുഴുവൻ എന്ന് പറഞ്ഞിരുന്നത്. ആ എക്സ്പെരിമെന്റ് സാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സാർ ഇപ്പൊ ഇവിടെ അകത്തൊരു ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ടെമ്പററി ഇല്ല. കേരളത്തിലെ ഫോറസ്റ്റുകളിൽ നിന്നും മാത്രം ലഭിക്കുന്ന 1-2 അപൂർവ മെഡിസിൻസ് കൂടി കിട്ടാനുണ്ട്. ലോകത്തെ ഞെട്ടിക്കുന്ന ന്യൂസ് വല്ലതും എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് സർ. Hopefully we will get it soon. ആ മനുഷ്യനെ കണ്ട മാന്ത്രികനായ മാൻഡിക്കിനെ പോലെ ഉണ്ടല്ലേ? ശരിയാ, ആ തൊപ്പി ഉടുപ്പൊക്കെ കണ്ട ഒരു മന്ത്രവാദി പോലെ ഉണ്ട്. ആ അങ്കിൾ എന്നെ പൊക്കിയെടുത്തല്ലോ. ഞാൻ എന്താ ആലോചിക്കുന്നേ?
ആ അങ്കിളിന്റെ കൂടെ പോയി പഠിച്ചാൽ നമുക്കും കണ്ടുപിടുത്തം നടത്താല്ലേ? പിന്നെ അങ്ങേര് ഭയങ്കര കണ്ടുപിടുത്തക്കാരനല്ലേ. മോനെ ദേവദാസ, നീ അങ്ങേരുടെ കൂടെ പോയി പഠിച്ചിട്ട് എന്റെ അച്ഛനും അമ്മയും ആരാന്നൊന്ന് കണ്ടുപിടിക്കും. തുണി അഴിച്ച് മാറ്റല്ലേ. നൂൽബന്ധമില്ലാതെ കിടക്കുന്ന സാറ് പറഞ്ഞേക്കണത് അവിടെ കിടക്കും. ആ എന്റെ ബാലഗോപാലന് എണ്ണ തെപ്പിക്കുമ്പം പാടടി. ബാലഗോപാലൻ നിന്റെ അപ്പൻ. ഈ 35-ാം വയസ്സിലും പിറന്നവഴി കിടക്കാനൊരു യോഗം വേണേ. ദാമോദർ, ready? ഞാനിവിടെ ടേബിളിലുണ്ട് സാർ. സോൾട്ട് ചേർത്ത് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? ഇല്ലേ, ഉപ്പ് കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല. ഞാനെന്താ ശബരിമലക്ക് പോകാൻ വ്രതം എടുക്കണ? ഉപ്പ് കഴിച്ചാൽ നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാകും. അങ്ങനെ പറ. ഇതെന്താ വാർണിഷ് അടിച്ചെന്നെ ഷോറൂമിൽ കൊണ്ട് വെക്കാൻ പോകണ? ആവശ്യമില്ലാത്തടത്തൊക്കെ ബ്രഷ് കൊണ്ട് അടിച്ചെന്നെ പരീക്ഷണം നടത്തല്ലേ. ഈ പരീക്ഷണമൊക്കെ കഴിഞ്ഞാ പിന്നെ എന്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? അല്ലെങ്കിൽ എന്റെ ഈ ശരീരം കൊണ്ട് എന്നെ ചെയ്യാൻ. ആ അത് ശരി. ഇപ്പൊ ഈ ശരീരത്തിലല്ല ചെയ്തോണ്ടിരിക്കണത്. സാറിന്റെ കൂടെ വരുന്നതിന് മുമ്പ് ഞാൻ സാറിനെ പോലെ ചുമന്ന് തുടിത്തിരുന്നേച്ച് അന്ന് എന്നെ പെണ്ണുങ്ങൾ റോമിയോ റോമിയോ എന്നാ വിളിച്ചിരുന്നത്. കണ്ട മരുന്ന് ലൈറ്റും ഒക്കെ എന്റെ ശരീരത്തിൽ കയറ്റി കയറ്റി ഇപ്പൊ പെമ്പിള്ളേർ എന്നെ കണ്ട മാറിയേ മാറിയേ എന്നാ പറയണത്. എന്റെ വിധി. തുണിയിലെടുത്ത് എന്ത് പരീക്ഷണമാ? പിന്നെ അവിടെ കൂടെ ചിക്കിളിയാക്കല്ലേ. അടങ്ങിക്കട്ടെ. ആ എന്നാ തേക്ക്. ഈ കിടപ്പ് ഞാൻ ആ മലയാറ്റൂർ പള്ളിയുടെ മുമ്പിൽ പോയി കിടന്നിരുന്നെങ്കിൽ 10 കാശ് ഉണ്ടാക്കായിരുന്നു. ഈ കിടപ്പ് ഞാൻ എത്ര നേരം കിടക്കണം സാറേ? എക്സ്പെരിമെന്റ് തീരുന്നത് അതോടെ എന്റെ പണിയും തീരും. ദൈവമേ, ഈ കിടപ്പ് കാണാൻ ദേവന്മാരും എത്തിയോ? ഓടാ ചൂലേ, മുട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല, ഒളിഞ്ഞു നോക്കാൻ വന്നേക്കണ്. കൂൾ ഡൗൺ ദാമോദരൻ, കൊച്ചുകുട്ടിയല്ലേ. സാർ എന്നെ മാനം കിടത്തും. മാനുണ്ടെങ്കിലല്ലേ കിടത്താൻ പറ്റൂ. എന്താ ദേവാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? മോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താടാ ഒരു കള്ള ലക്ഷണം? അതെ മയച്ചി, ഈ ഹ്യൂമൻ ബോഡി ട്രാൻസ്പെറന്റ് ആവാന്ന് വെച്ചെന്താ? ശരീരത്തിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോഴാണ് ബോഡി ട്രാൻസ്പെറന്റ് ആവുന്നത്. അപ്പൊ ഇൻവിസിബിൾ ആവോ മയച്ചി? ഒരു വസ്തുവിൽ കൂടി ലൈറ്റ് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ അത് ഇൻവിസിബിൾ ആകും. അങ്ങനെ മനുഷ്യർക്ക് ഇൻവിസിബിൾ ആവാൻ കഴിയുമോ മയച്ചി? കഴിയുമായിരിക്കും. എന്നാലും എങ്ങനെ ഇൻവിസിബിൾ ആവുക? ഒന്നുമില്ല. എത്ര നേരം ആച്ചാൻ ഈ പണി തുടങ്ങിയിട്ട്? ഇതിന് മകരവിളക്ക് കഴിഞ്ഞാൽ അങ്ങ് എത്തുമെന്ന് തോന്നണല്ലോ. ഒന്നടങ്ങന്റെ ചേട്ടാ, ആ മോളിരിക്കുന്ന പിള്ളേരെ കൊണ്ട് പിച്ചന്റെ കാശുണ്ടാക്കും പോലല്ലേ ഈ പണി. ഇതേ മെക്കാനിസം മെക്കാനിസം. ഇവിടെ രാമു, നീ എവിടെയാ അവരെ കണ്ടത്? അവിടെ എന്നും പാല് മേടിക്കുന്ന കടയിൽ നിന്ന് അടച്ചിരിക്കുക. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ ചാളെ അടുക്കും പോലെ അടുക്കിയിട്ടിരിക്കുന്ന പിള്ളേരെ കണ്ടത്. ഇനി ഈ പിള്ളേരെ കൊണ്ട് വളർത്താൻ പോവേണ?
വാ നമുക്ക് നോക്കാം. ஐயா குழந்தைக்கு பசிக்குதாயா கொஞ்சம் தண்ணி வாங்கி கொடுங்க ஐயா. ഊട്ടിയൂസ് വാങ്ങി തരാടി. നീയൊക്കെ പിച്ചെണ്ണാൻ വന്നോ അതോ എക്സ്കർഷൻ വന്നോ? ഇപ്പൊ തീർത്തരാ അവന്റെ. ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തിന്ന് തടിച്ച് കൊഴുത്തിട്ടുണ്ടല്ലോ താൻ. ഇത്രയെങ്കിലും മനുഷ്യത്തോടുള്ള തനിക്ക്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? അത് ചോദിക്കാൻ നീ ആരാടാ? നോക്കി പേടിപ്പിക്കണ്ട, യവൻ പുലിയാ, സിംഹം. ഏറ്റുമുട്ടിയ വിവരം അറിയും. പിള്ളേരെല്ലാം താഴോട്ട് ഇറങ്ങിക്കോ. ഇനി നമുക്ക് ഇവന്മാരുടെ ചെലവിൽ എന്തെങ്കിലും കഴിച്ചിട്ടാവാം ബാക്കി പരിപാടി. താഴോട്ട് ഇറങ്ങിക്കോ. പെമ്പില്ലരുടെ അടുത്താണോ നിന്റെ പരാക്രമം? സത്യം പറ, ഇവരെ എവിടെ കൊണ്ടുപോകും? ഇവര് പറയുന്ന പച്ച കള്ളാണ് സാർ. പാവപ്പെട്ട കുട്ടികളെ തട്ടിയെടുത്ത് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന മാഫിയ സംഘത്തിൽപ്പെട്ടവരാണ്. അത് ശരി, നിങ്ങൾ ഇതിന് സമാധാനം പറയേണ്ടി വരും. ഞങ്ങള് ലൈസൻസോട് കൂടി അനാഥാലയം നടത്തുന്നവരാ. സാർ വിശ്വസിക്കരുത്, ഇത് ചതിയാണ്. ഇങ്ങനെ ലൈസൻസ് ഉള്ള പല അനാഥാലയങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. പലതിലും നടക്കുന്നത് കുട്ടികളുടെ വാണിഭമാണ് സാർ. പറഞ്ഞു ഞെട്ടുന്ന ക്രിമിനൽ കുറ്റങ്ങളാണ്. അത് നടത്തുന്നവരിൽ പലരും സമൂഹത്തിലെ മാന്യന്മാരുമാണ്. സാർ, എങ്ങനെയെങ്കിലും നമുക്ക് ഈ കുട്ടികളെ രക്ഷിക്കണം സാർ. ഞാനിവരെ ഇറക്കട്ടെ സാർ? ഇറങ്ങിക്കൊള്ളു. ഇറങ്ങിക്കോ. രാജേന്ദ്ര ബാബു, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. മിസ്റ്റർ ACP, നിങ്ങൾ ഇത് കണ്ടില്ലേ? സതീഷ്, ഇവന്മാരെ ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കും. എന്താണ് ഇവിടെ പ്രശ്നം? സർ, ഇവർ കുട്ടികളെ തട്ടിയെടുത്ത് ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന ക്രിമിനൽസാ. താൻ എന്ത് വിഡ്ഢിത്തരമായി പറയുന്നത്? ഇത് ദണ്ഡപാണി. ഇയാൾ എനിക്ക് നേരത്തെ അറിയാം. ഹീസ് എ സോഷ്യൽ വർക്കർ. എടോ, കോയമ്പത്തൂരും മറ്റു ഇയാൾക്ക് എത്ര അനാഥാലയങ്ങളുണ്ടെന്ന് അറിയാമോ? അങ്ങനെ ഒരാളോടാണ് എത്ര മോശമായി പെരുമാറുന്നത്? സാർ, അത് വേണ്ട. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ താൻ ഇടപെടണ്ട. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്റെ സുപ്പീരിയറായ എന്റെ അടുത്തൊന്ന് ആലോചിക്കണ്ടേ? ഇതുപോലുള്ള ക്രിമിനൽസിനെ പിന്നെ എന്താ സർ ചെയ്യേണ്ടത്? തലയിരിക്കുമ്പോ വാലാടണ്ട. അണ്ടർസ്റ്റാൻഡ്? ദണ്ഡപാണി, താമ്പിക്കോ. സർ, സർ, യു ആർ മിസ്റ്റേക്കൺ. How are you, Scientist Sheher? Good. Very good. You are the original police officer. കേരള പോലീസിൽ ഇത്രയും വലിയ ക്രിമിനൽസ് ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. I think you are the real asset of the police. കൈയെടുക്ക കമ്മീഷണർ. എടുക്കണോ? തന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഗുഡ് മോർണിംഗ് ചന്തക്കാടൻ. മോർണിംഗ് മോർണിംഗ്. എത്ര നേരമായി കാത്തു നിൽക്കുന്നു? എങ്ങോട്ട് പറഞ്ഞാലേ ബോധം. പിന്നെ പറയണ്ടേ? എനിക്ക് കാലത്ത് തന്നെ എന്തെല്ലാം ജോലി തിരക്കുള്ളതാ. അയ്യോ, അവിടെ ഒരു ജോലി തിരക്ക്. കളക്ടറെ കാണാൻ പോണെന്ന് പറഞ്ഞാൽ അവിടെ വെയിറ്റിട്ടോ. കളക്ടറാ? എന്താടി ഞെട്ടിപ്പോയോ? ഫാദർ ചന്തക്കാടൻ ആരാന്നടി നീ വിചാരിച്ചേ? പുതിയ ജില്ലാ കളക്ടർ ഇന്നലെ എന്നെ കാണാൻ ഇവിടെ വന്നിരുന്നു. അനിത വില്യംസോ? അനിത വില്യംസ്. സ്റ്റോപ്പ് യുവർ ബ്ലഡി ആർഗ്യുമെന്റ്സ് മിസ്റ്റർ കമ്മീഷണർ. പിഞ്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുവന്ന് മുഖം പൊള്ളിച്ചും ദേഹം കരിച്ചും അംഗവൈകല്യം വരുത്തിയും ഭിക്ഷാടനത്തിന് ഉപയോഗിച്ച് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന മാഫിയ ഗ്രൂപ്പുകൾക്ക് ഒത്താശ ചെയ്യലാണോ മിസ്റ്റർ ഷൺമുഖം താങ്കളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി? അയ്യോ മാഡം, കാര്യം അറിയാതാണ് സംസാരിക്കുന്നത്. അതുങ്ങളൊന്നും പിച്ച തണ്ടിക്കാൻ കൊണ്ടുപോയതല്ല. പിന്നെ ഭഗവാൻ അയ്യപ്പനെ തൊഴാൻ വേണ്ടി ശബരിമലയ്ക്ക് പോവാണെന്ന് അവര് പറഞ്ഞത് അല്ലേടോ? അതെ സർ. ചിലരൊക്കെ സ്വാമി അയ്യപ്പന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, അതാണ്. മിസ്റ്റർ ACP, മാഡം, നിങ്ങളല്ലേ അവിടെ ആദ്യം ചെന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തോ പന്തി കടന്നെന്ന് എനിക്കും തോന്നിയിരുന്നു മാഡം. തമിഴ്നാട്ടിലുള്ള കുട്ടികളായിരുന്നു കൂടുതലും. ചില കുട്ടികൾ തെലുങ്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. കമ്മീഷണർ പറയുന്നത് അവരെ ഭഗവാനെ തൊഴിക്കാൻ കൊണ്ടുപോയെന്നാണല്ലോ. ആരോരുമില്ലാത്ത അനാഥരെയും നിഷ്കളങ്കരായ പിഞ്ചു കുഞ്ഞുങ്ങളെയും തെരുവിൽ തെണ്ടിച്ച് ആ പിച്ചക്കാശ് കൊണ്ട് ഉണ്ട് സുഖിക്കുന്നവർക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ നാണമില്ലേ സർ നിങ്ങൾക്ക്? അയ്യോ, നിന്ന് തിരിയാൻ സമയമില്ലാത്തവർ നൂറുകൂട്ടം പ്രശ്നങ്ങൾ വേറെ ഉള്ളപ്പോ ഈ പിച്ചക്കാര് പിള്ളേരുടെ അനാഥരുടെയും കൂടി കാര്യങ്ങൾ ഏറ്റെടുക്കണോ മാഡം? ഓ, മനസ്സിലായി. ആർക്കും വേണ്ടാത്തവരാണല്ലോ ആ പാവങ്ങൾ. വോട്ടേഴ്സ് ലിസ്റ്റിലും കനീഷുമാരി കണക്കിലും പേരില്ലാത്തവർ. അവരോട് എന്തു ആകാലോ.
നമ്മുടെ രാഷ്ട്രീയക്കാർക്കും സാംസ്കാരിക നായകന്മാർക്കും ഒന്നും ഇതിനെതിരെ പ്രതികരിക്കാൻ നാവ് വഴങ്ങില്ല, വിരൽ ചൂണ്ടാൻ കയ്യും പൊങ്ങില്ല. പക്ഷെ എനിക്കിത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്ന ബാലഭിക്ഷാടനത്തിനെതിരെ ഉടൻ കർശന നടപടിയെടുക്കണം. വിതിൻ 24 hours. Yes, it's the order from the district judge. Yes, madam. അപ്പൊ അവരെ ചീത്ത മുഴുവൻ കേൾപ്പിച്ച നീയല്ലേ? അല്ലേലും അയക്കിട്ട് കിട്ടേണ്ടത് അത്യാവശ്യം. ഓഹോ, അപ്പൊ നീ ഇവിടെ എത്തിയോ? അകത്ത് കിട്ടിയത് പോരെ. വരൂ ഫാദർ, ഇരിക്കും. ഏമാരെ ശരിക്കും വിറപ്പിച്ച് കളഞ്ഞല്ലോ. ആ കമ്മീഷണർ ഇവിടുത്തെ മന്ത്രിമാരുടെ ബിനാമിയാ. ചിലപ്പോ എനിക്കുള്ള ട്രാൻസ്ഫർ ഓർഡർ ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. 6 മാസത്തിനിടയിൽ ഇത് 3ാമത്തെ ജില്ലയാ. മായ അല്ലേ? അതെ. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അനാഥ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം ആ കൊച്ചു വീട്ടിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? എല്ലാ തെരുവ് മക്കളെയും സംരക്ഷിക്കാൻ ഞങ്ങളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ജില്ലാ തലത്തിൽ ഒരു അനാഥ ശിശു സംരക്ഷണ സമിതി. മായായിരിക്കും അതിന്റെ ചെയർപേഴ്സൺ. എന്തു പറയുന്നു? അത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? അതിന് പറ്റിയ ആളുകൾ തന്നെയാ. എങ്കിൽ ഞാൻ അടുത്ത സൺഡേ ഓഫനേജിലേക്ക് വരാം. നമുക്കതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. എനിക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ട് ഫാദർ. ഞാൻ ഇന്നലെ കളക്ടറോട് മറ്റൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഓ, മായയുടെ ഫ്രണ്ടിന്റെ കാര്യം, മിസ്റ്റർ റോയ് അല്ലേ? അതെ, ഞാൻ അന്വേഷിച്ചിരുന്നു. ഉന്നത കേന്ദ്രങ്ങളിൽ റോയ്ക്കെതിരെ ശക്തമായ ഗൂഢാലോചനയാണ് നടക്കുന്നത്. അവരിടപെട്ടാണ് വിചാരണ പോലും നീട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോ റോയ്ക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല മാഡം. നോക്കട്ടെ, ഞാൻ ഇവിടെ ഇരിക്കുന്നെങ്കിൽ മായ ഹെൽപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിരിക്കും. എന്താ പോരെ? അപ്പൊ ഫാദർ, ഇനി ഇരുന്ന സമയം പോകും. എനിക്കിന്ന് ഹോട്ടൽ അശോകയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. CM-ഉം മിനിസ്റ്റേഴ്സും ഒക്കെ പങ്കെടുക്കുന്നതാ. നമ്മുടെ നാട് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ. കളക്ടർക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. 5 സ്റ്റാർ ഹോട്ടലിൽ എന്ത് ഫംഗ്ഷനാ മാഡം? നാളെയല്ലേ ഫാഷൻ സിറ്റിയുടെ ഔദ്യോഗിക കരാർ ദുബായ്ക്കാരുമായി ഒപ്പുവെക്കുന്നത്. അപ്പൊ പിന്നെ ഇന്നത്തെ ഫംഗ്ഷൻ എന്തായിരിക്കും എന്ന് അറിഞ്ഞൂടെ? അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ഫാദർ. മാഡം, ഒരു മിനിറ്റ് എനിക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റുമോ? അതിനെന്താ, മായ വരും. ഇതിനിടയ്ക്ക് വേറെന്ത് പേഴ്സണൽ മാറ്ററാ? എന്താ മാഡം, ഞാൻ പറഞ്ഞത് അധിക പ്രസംഗമായിപ്പോയോ? ഏയ്, അധിക പ്രസംഗമൊന്നും ആയില്ല. സത്യത്തിൽ മായ പോലൊരു പെൺകുട്ടിക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അറിയാം മാഡം, ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ടല്ല ഞാൻ മാഡത്തെ കണ്ടത്. മായയുടെ വാശി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കള്ളന്മാരുടെ മുഖംമൂടി ഒന്ന് പൊളിച്ചെടുക്കണോ അല്ലേ? എന്റെയും റോയുടെയും ജീവിതം നശിപ്പിച്ചതുകൊണ്ട് മാത്രമുള്ള വാശിയല്ല മാഡം. ഈ നീചന്മാർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനായ അത് ഈ സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയല്ലേ? വളച്ചുകെട്ടില്ലാതെ കാരങ്ങ് പറഞ്ഞേക്കാം മിനിസ്റ്ററെ. ദുബായ്ക്കാരുടെ കയ്യിൽ നിന്നും ആകെ കിട്ടുന്ന കമ്മീഷൻ 1400 കോടി റുപ്യ. അതിൽ 100 കോടി അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. പോയിട്ട് 1300 കോടി. ഞാൻ ഒരു 1000 കോടി അങ്ങ് വാങ്ങി തന്നേക്കാം. അപ്പൊ ബാക്കി 300 കോടി അനക്കോ? അത് നടക്കില്ല നാസറേ. അതെന്താ നടക്കാത്തെ? മുടന്തുണ്ടോ? ആ അറബികളെ ചാകിട്ട് പിടിച്ചോണ്ട് വന്ന് ഞാൻ ഈ കച്ചവടം ഉറപ്പിച്ചത് പുണ്യത്തിനാണെന്ന് വിചാരിച്ചോ? അനക്കറിയോ നാസറേ? അല്ലെങ്കിലേ ഇതൊരു നഷ്ടക്കച്ചവടാ. ആ ലക്ഷ്മീപുരം കൊട്ടാരം മാത്രം സാഹിബിന് കൊടുത്തപ്പോ കമ്മീഷൻ പോക്കറ്റിൽ വീണത് 50 കോടി റുപ്യ. ഇത് 100-500 ഏക്കർ കണ്ണായ സ്ഥലല്ലേ അറബികൾ ചുളു കളിക്കടിച്ചോണ്ട് പോണ്? നമ്മുടെ ആരുടെയും ബാപ്പ സമ്പാദിച്ച സ്വത്തൊന്നും അല്ലല്ലോ അത്. ഈ കസേര ഇരിക്കുന്നുണ്ടല്ലേ അത് വിറ്റ് കമ്മീഷൻ തട്ടാൻ പറ്റിയേ. എന്തിനാ യൂനസ് കുഞ്ഞെ ദാനം കിട്ടിയ പശുവിന് പല്ലെണ്ണാൻ നോക്കുന്നേ? ചുമ്മാതല്ലടോ. അടുത്ത അസംബ്ലി ഇലക്ഷന് ഭരണത്തിൽ തിരിച്ചു വരണമെങ്കിലേ കാശിട്ട് കളിച്ചേ പറ്റൂ. അനക്കറിയാലോ, കഴിഞ്ഞ ലോക്സഭയിലേക്കും പഞ്ചായത്തിലേക്കും നടന്ന തെരഞ്ഞെടുപ്പില് ആവട്ട് പൊട്ടും പോലെയല്ലേ മുന്നണി പൊട്ടിയത്. ഞമ്മള് ഭരണത്തിൽ തിരിച്ചു വന്നാലേ അനക്കും എന്തെങ്കിലും മെച്ചുള്ളൂ. അതുകൊണ്ട് നാസറേ, 300 കോടി റുപ്യന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. ഓ അയ്യോ, എന്റെ ആറ്റുകാലമ്മച്ചി, അവന്മാർ എന്നാ ഭാഷയായി പറയുന്നേ? ഞാൻ പറയുന്നൊന്നും അവന്മാർക്ക്, അവന്മാർ പറയുന്നൊന്നും എനിക്കും പിടി കിട്ടുന്നില്ല. നിങ്ങൾക്ക് അതിന് മലയാളം തന്നെ ശരിക്കും അറിയില്ലല്ലോ എന്റെ ദിവാരേട്ടാ, പിന്നല്ല അറബി. ഓ, ഭരിക്കാൻ ഭാഷ ഒരു പ്രശ്നമല്ല സാഹിബേ. ഇപ്പൊ തന്നെ അവന്മാർ ആക്ടിങ് കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. സംഗതി പെണ്ണു വിഷയം തന്നെയാ. ഈ ഞാൻ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാ. അവന്മാർക്ക് പെണ്ണു കൂട്ടി കൊടുക്കണമെന്ന്. അയ്യേ നമ്മുടെ പുതിയ കലക്ടർ കോച്ചിനെ കണ്ടപ്പോഴാണ് ശൈക്കന്മാർക്ക് പൂതി ഇളകിയത്. ഓളെ കണ്ട അവന്മാരുന്ന് ഇളയിക്കോട്ടെ എന്ന് എഴുതിയല്ലേ ഓളെ നമ്മള് വരുത്തിയത്. കലക്ടറുടെ കാര്യം പറഞ്ഞപ്പോ വായിന്ന് നാക്കെടുത്തേ ഉള്ളൂ. എന്താ സാർ പറഞ്ഞത്? നല്ല കാര്യമല്ലോ ആണോ? പിന്നെ മിടുക്കി, മിടുമിടുക്കി. IAS 1 റാങ്കല്ലായിരുന്നു.
പിന്നെ തറവാടുത്തം സൗന്ദര്യം എന്തിനാ ഒരു കുറവ്. ഇരിക്കണോ? താങ്ക് യു സർ. ഞങ്ങളുടെ ഒരു ഭാഗ്യ തന്നെ കേരള കേഡറിലോട്ട് കിട്ടിയത്. ഒത്തിരി പ്രശംസ ഉദ്യോഗസ്ഥരെ വഷളാക്കും സർ. വഷളായിക്കോ, ഇഷ്ടം പോലെ വഷളായിക്കോ, ഞങ്ങൾക്കൊരു പരാതിയും ഇല്ല. ഫാഷൻ സിറ്റിയുടെ നാളത്തെ എഗ്രിമെന്റ് സൈനിങ്ങിനുള്ള പ്രോഗ്രാംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സർ. വേറെന്തെങ്കിലും? അനിതയെ ഞങ്ങൾ ഒരു കലക്ടറായിട്ട് മാത്രമല്ല ഒരു ഫ്രണ്ട് കൂടെ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇനി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ അനിത ഉണ്ടാവും. അനിതയെ ഞങ്ങളുടെ ബിസിനസ് പാർട്ണർ ആക്കാൻ പോവാം. അയ്യോ സർ, അതൊന്നും വേണ്ട. കൊച്ചേ, കൊച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ കൊച്ചിനെ ഞങ്ങൾ ചീഫ് സെക്രട്ടറി ആക്കും. എന്റെ പ്രായം വെച്ച് ഞാൻ ചീഫ് സെക്രട്ടറി ആവുന്ന കാലത്ത് സാറിന്റെ മക്കൾ ചുരുങ്ങിയത് സാറിന്റെ 10 ചരമവാർഷികമെങ്കിലും ആചരിച്ചിട്ടുണ്ടാവും. എന്നെ അത്ര വയസ്സൊരാക്കൊന്നും വേണ്ട. റൂം സർവീസ് വേഗം കൊണ്ട് വെക്കടാവേ. എനിക്കൊരു ഐസ്ക്രീം പറയട്ടെ. വേണ്ട സർ, ഒന്നും വേണ്ട. താങ്ക് യു. ഞാൻ സെർവ് ചെയ്തോളാം. യു ക്യാൻ ഗോ. താങ്ക് യു മാഡം. ഇങ്ങനെ ആ പെമ്പിള്ളേര് കളക്ടർക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവും. എന്തായി മാഡം? ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കൊച്ചു തീപ്പൊരിയായിരിക്കും ചിലപ്പോൾ ഒരു വലിയ കാട്ടുതീ ഉണ്ടാക്കുന്നത്, അല്ലേ? എന്റെ ആറ്റുകാലം പറ്റിയേ. والله العظيم كم مرة نحن دورنا عالم أول مرة كده نفر شوف هو ما في وزير ولا زي حرامي. എന്നതാ നാസർ ഈ അറബി അണ്ണന്മാർ ഇപ്പൊ പറഞ്ഞേ? പല രാജ്യങ്ങൾ സന്ദർശിച്ച് പല ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ പോലെ ഇത്ര ആർത്തി പിടിച്ച മന്ത്രിമാരെ കണ്ടിട്ടില്ല. ഇതാണ് പത്രപ്രവർത്തനം. കേൾക്കൊന്നും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. ഇതാ ന്യൂ ഇന്ത്യ ടെലിവിഷൻ ലോക പ്രശസ്തമാകാൻ പോകും. ഈ ന്യൂസ് ബുള്ളറ്റിൻ വരുന്നതോടുകൂടി ലോക ജനതയുടെ മുമ്പിൽ നമ്മുടെ ന്യൂസ് ചാനൽ ഒന്നാമതായി വരുന്നത്. ന്യൂ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ഇതാ ലോക പ്രശസ്തനാകാൻ പോകും. സോറി, സന്തോഷം കൊണ്ട് ഞാൻ വികാരാധീനനായി പോയി. കൊണ്ട് പെമ്പിളരെ ഓപ്പണായിട്ട് കെട്ടിപ്പിടിക്കാന്ന് വെച്ചാ താൻ പോണോ? എടോ, താനൊക്കെ എന്ത് പത്രപ്രവർത്തനാണോ? മായെ കണ്ട് പഠിക്കുക. മായെ പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ തന്നെ ഇത് കൊടുക്കണം സാർ. തീർച്ചയായിട്ടും കൊടുക്കാം. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? പക്ഷേ കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് ഡയറക്ടർ ബോർഡുമായിട്ട് ഒന്ന് ആലോചിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത്. അത് ശരിയാണ് സാർ. ഇതിന്റെ ഉത്തരവാദിത്വം അവർ കൂടി ഇരിക്കട്ടെ. അടിയന്തരമായി ഇന്ന് രാത്രി തന്നെ ഡയറക്ടർ ബോർഡ് കൂടുന്നു. നാളെ കാലത്തെ ഫസ്റ്റ് ബുള്ളറ്റിൽ തന്നെ ന്യൂസ് പോകുന്നു. ആ മെമ്മറി കാർഡ് അതിന് തന്നേക്ക്. ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. പുറം ലോകം അറിയുന്നത് വരെ ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാ സേഫ്. ആഹാ, റെഡി ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുന്നേറ്റിട്ട് പോലുമില്ലേ? കഷ്ടം. അതാരേ? കർത്താവേ, ആരെ കൊച്ചിനോട് കൊണ്ടിട്ട്? മായ മദർ തെരേസ ആയ വിവരം ലോകം മുഴുവൻ അറിഞ്ഞെന്നാ തോന്നണം. ഇതിന്ന് രാവിലെ ചുമ്മാ പ്രസവിച്ചതാ. ഈ മുറ്റത്ത് കിടന്ന് കിട്ടിയതാ. ഈ വാതിക്കൽ ഒരു അമ്മ തൊട്ടിൽ കൂടി പണിത് വെച്ചാ ഇതുപോലത്തെ അനാഥ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരും. ഇതിനൊരു 5-6 മാസം പ്രായം ഉണ്ടാവും. നമ്മള് പിന്നെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. ദൈവമേ, റോഹിത്തിനും മായക്കുഞ്ഞും കല്യാണം കഴിച്ചെന്ന് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് കുഞ്ഞുമായോ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു.
സിസേറിയൻ ആയിരുന്നു? അല്ല, സിസർ ഫിൽട്ടർ ആയിരുന്നു. ഓ, അങ്ങനെയും പ്രസവിക്കോ? ഒന്ന് പോയടാ പാണ്ടി. അതെ, കുഞ്ഞുങ്ങൾ ഇവിടെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നാലേ നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിയാതാരാവും. അത് പേടിക്കണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളും ഈ കുഞ്ഞുങ്ങളും ഇവിടെ ഒരുപോലെ വളരും. നല്ല ഓമനത്തുള്ള കുഞ്ഞ്. എടുത്തോ. ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ആർക്കാണോ മനസ്സ് വന്നത്? ഒരപസർപ്പക കഥ പോലെ സങ്കീർണമായ ഏടുകൾ ഈ കുഞ്ഞിന്റെ ജന്മത്തിന് പിന്നിലുണ്ടാവും. ജേർണലിസ്റ്റ് റോയ്ക്ക് ഒരു ഇരയെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എരയോ? എന്തരാ? ഒരു സ്റ്റോറി തയ്യാറാക്കാനുള്ള ആയര. പറയടി, എവിടെയാ നിന്റെ കുഞ്ഞ്? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലടി? ഇതാ നോക്ക്, മന്ത്രി യൂനസ് കുഞ്ഞിനെ പോലെ ഒരു വലിയ മനുഷ്യൻ നിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അതും നിന്റെ ഭാഗ്യമായി കരുതി കിട്ടിയ കാശ് മേടിച്ച് പോയാ പോരായിരുന്നു. നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? മന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? അവളുടെ ഒരു കള്ളക്കരച്ചില്. ഇവള് പഠിച്ച കള്ളിയാണ് നാസർക്ക. മര്യാദയ്ക്ക് പറഞ്ഞോളൂ, എവിടെ നിന്റെ കുഞ്ഞ്? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? ജോണി, ആ കുഞ്ഞിന്റെ ബാപ്പ യൂനസ് ആണെന്ന് പറയണമെങ്കിൽ ഇവള് ജീവിച്ചിരിക്കണമല്ലോ. അത് വേണ്ട. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊല്ലൂടി. നീ എന്റെ കുഞ്ഞിനെ കൊല്ലും. പറയില്ല ഞാൻ. പറയടി. പറയടി. ഉടനെ നായിന്റെ മോനെ ഇവൻ എത്തിക്കേണ്ട അടുത്ത് ഞാൻ എത്തിച്ചോളാം. അവനെ അടിച്ചോട് സാർ. ഒച്ചയും ബഹളം കേട്ടാ ഞങ്ങൾ ഓടി വന്നു. അപ്പോഴേക്കും സംഭവം കഴിഞ്ഞിരുന്നു. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ ഈ പരിസരത്തുള്ള സാർ. ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി, അതുകൊണ്ടാ പിടിച്ച് കെട്ടിട്ട്. ഇങ്ങോട്ട് ഞാനല്ല ഇത് ചെയ്തത്. ഇവര് പറയുന്നത് പച്ചക്കള്ള. ഇവരാ ഇത് ചെയ്തത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇവനിവിടെ സ്ഥിരം വന്നു പോകുന്ന സാറേ. ഇല്ല സാർ, ഈ പെൺകുട്ടി ഇവനോട് കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇവൻ ഈ കൊല ചെയ്തത്. സാറൊന്നും വിശ്വസിക്കരുത്. ദൈവത്തിനാണ് ഞാൻ ഈ പെൺകുട്ടി അറിയുകൂടിയില്ല. അറിയോ ഇല്ലെന്നുള്ളത് സ്റ്റേഷനിൽ ചെന്ന് തീരുമാനിക്കാം. വണ്ടിയിലോട്ട് ഞാൻ നിരപരാധിയാണ് സാർ, എന്നെ വിശ്വസിക്കണം. ഞാൻ മലയാള ഭൂമിയുടെ റിപ്പോർട്ടറാണ് സാർ. ഓകൃതരം കാണിച്ചിട്ട് ന്യായം പറയുന്നോടാ പാട്ടി കഴിവറടാ മോനെ. മലയാള ഭൂമിയുടെ റിപ്പോർട്ടർ കൊല ചെയ്താൽ പോലീസ് നേടാ ഉമ്മ വയ്ക്കുമെന്ന് കരുതി. വേണ്ട, ഒന്നിനി ഓർക്കണ്ട. എന്നിനി ഒന്നും ഓർമ്മിപ്പിക്കണ്ട. ഓർക്കണം, എല്ലാം ഓർമ്മിക്കണം. എങ്കിലേ വാശിയുണ്ടാവും. നമ്മളെ കരയിപ്പിച്ചവരോട് നമുക്ക് കണക്ക് തീർക്കണ്ടേ? ഈ മിനിസ്ട്രി ഇരിക്കുന്നിടത്തോളം കാലമല്ലേ അവർക്ക് റോയ് എങ്ങനെ ദ്രോഹിക്കാൻ കഴിയൂ? ഒരു വിചാരണയും കൂടാതെ 3.5 വർഷം റോയിയെ തടവിലിട്ടവരെ താഴെ ഇറക്കാൻ ഒരു ബോംബുമായിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ബോംബോ? അതെ, ആ ബോംബ് ഇപ്പൊ എന്റെ സെൽഫോണിലുണ്ട്. എന്ത് തെളിവ് കൊടുത്താലും സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മായോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നോർത്ത് നീ കൂടി ജീവിതം നശിപ്പിക്കരുത്. എന്നെ ഇനിയും റോയ്ക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോടാ. നമ്മൾ ഒരുമിച്ച് ജീവിക്കും. നീ കണ്ടോ, അടിച്ചു പൊളിച്ച് ജീവിക്കും.
സുഖമൊഴുകും പുഴയിൽ നീന്താൻ വരികരാക്കിളി എന്നോ മലാളേ ചുണ്ടി ശൃംഗാരത്തീനുണ്ട് കരളിലുറയും സുഗന്ധം പോൽ കനവുകളിലൂടെ നീ പ്രിയങ്കരിയായി മനം കവരൂ നീലാ പെണ്ണേ കരളിലുറയും സുഗന്ധം പോൽ കനവുകളിലൂടെ നീ പ്രിയങ്കരിയായി മനം കവരൂ നീലാ പെണ്ണേ ഹൃദയത്തിലെരിയും തിരിനാളം പ്രണയാഗ്നിയാകുമ്പോൾ സുന്ദരിപ്പൂവേ നിൻ കണ്ണുകളിൽ കണ്ടു മോഹത്തിൻ മത്തപ്പുകൾ എന്നോ മലാളേ ചുണ്ടിൽ ശൃംഗാരത്തീനുണ്ട് മിഴിയിലഴകിൻ വസന്തം നിൻ മൊഴിയിലാ തിരുമധുരം മനോഹരിയായി മദാലസയായി വരൂ സഖി നീ രാക്കിനികളുണരും യാമങ്ങൾ രതിരാഗമുയരുമ്പോൾ അപ്സര കന്യകേ നീ എൻ മനസ്സിൻ പ്രേമാർദ്രഭാവങ്ങളാൽ എന്നോ മലാളേ എന്റെ ചുണ്ടിൽ ശൃംഗാരത്തീനുണ്ട് ഇടനെഞ്ചിൽ കുളിരുമായി നീ വരിക പെൺകിളി സുഖമൊഴുകും പുഴയിൽ നീന്താൻ വരികരാക്കിളി ഇതെന്താ ഈ വെള്ളമുയൽ തന്നെ വേണം സാർ ഇത്ര നിർബന്ധം പിടിക്കണത്? വെള്ളമുയലായാലേ അപ്രത്യക്ഷമാകുള്ളൂ സാറ് പറഞ്ഞത്. മനുഷ്യരാണെങ്കിലും വെള്ളവസ്ത്രം ധരിച്ചാലേ ഇൻവിസിബിൾ ആകുള്ളൂ എന്നാണ് സാറിന്റെ കണ്ടുപിടുത്തം. ഈ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? എടാ അത് തന്നെയാണ് അപ്രത്യക്ഷം. എന്തോ അക്കപ്രത്യക്ഷം നടക്കടാ. ജയ് ശ്രീ ഗണേഷ് മൂകാംബികെ. പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ 101 അടിച്ചേക്കുന്നത്. അത്ഭുതം നടക്കൂലേ സാറേ? Yes, it could be a historical wonder, otherwise a historical blunder. I'll try my best. Put him down.
be better. സാർ ഈ മുയൽ ഇനി പ്രത്യക്ഷമാകോ സാർ? തീർച്ചയായും within 1 hour we will see it. ഇവനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു കാണാം. My God, I made it. Who are you, my dear friend? ആരോടാണ് സാർ? നമ്മുടെ മുയലിനോട്. അവനിവിടെ സുഖമായിരിപ്പുണ്ട്. കടുത്ത പണിയൊന്നും ചെയ്യല്ലേ. ദേവൻ ഇതുവരെ വന്നില്ലല്ലോ സ്വാമിയണ്ണ. ഓ, അതാ ശാസ്ത്രജ്ഞന്റെ പരീക്ഷണശാലയുടെ പരിസരത്ത് എവിടെയെങ്കിലും കാണും. സ്കൂളിൽ നിന്ന് വന്നാ ബാഗും കൊണ്ടുവച്ചിട്ട് നേരെ ഓടുന്നത് അങ്ങോട്ടല്ലേ. ഒരു മണിക്കൂർ ആകാൻ പോണു. പ്രത്യക്ഷപ്പെട്ടു എന്റെ പഴവങ്കാടി ഗണപതി. സാറ് പറഞ്ഞതുപോലെ അത്ഭുതം സംഭവിച്ചു. ഇനിയിപ്പോ എന്റെ സാർ ആരാ? പഴയ സൈറ്റ് ശേഖർ തന്നെ. എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല സാറേ. സാറേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ അരൂപികൾ എന്നൊക്കെ പറയുന്ന ആത്മാക്കളല്ലേ? ചിലപ്പോ ഈ കണ്ടുപിടുത്തം ആത്മാക്കൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാലോ? അതുകൊണ്ട് സൂക്ഷിക്കണം. നമുക്കൊരു മഹാസുദർശന ഹോമം നടത്താം. എല്ലാ ദൈവങ്ങളും എന്നെ അനുഗ്രഹിച്ചിരിക്കുക ദാമോദർ. പക്ഷേ ഈ സന്തോഷം കാണാൻ എന്റെ സേതുലക്ഷ്മി കൂടി വേണമായിരുന്നു. അമ്മയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്റെ മോള് വിളിക്കുന്നു. ഹായ് സുനിത. Sorry sir, I'm Dr. John from New York. Sir, Sunita met with an accident today morning on her way to school. It was about half an hour ago. Sir, it's a bit serious. I hope you reach here as soon as possible. എന്താ സാർ? എന്തു പറ്റി സാർ? എന്റെ സുനിതയ്ക്ക് ആക്സിഡന്റ് ആയി ദാമോദർ. ഉടനെ എനിക്ക് എയർപോർട്ടിൽ എത്തണം. ദൈവമേ, ആ കുഞ്ഞെന്ന് വെച്ച സാറിന് ജീവനാ. അതെ മാഡം, കാലത്ത് 9:30 ന്യൂസ് നോക്കിയാൽ മതി. താങ്ക് യു മാഡം. ഗുഡ് നൈറ്റ്. ആരാ ഈ രാത്രിയിൽ? ഞാൻ ജെയിംസ് ജോർജ്, കാനഡയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. ഫാദർ തോമസ് എന്തക്കാടിൻ്റെ ഒരു അകന്ന ബന്ധുവാ. ഫാദർ പറഞ്ഞ മായെക്കുറിച്ച് അറിഞ്ഞത്. തെരുവിൽ അലയുന്ന കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി അവർക്ക് ജീവിതം കൊടുക്കുന്നെന്ന് കേട്ടപ്പോൾ വളരെ ബഹുമാനം തോന്നി. എൻ്റെ ഭാര്യ ജാൻസി മായെക്കുറിച്ച് കേട്ടപ്പോൾ ആകെ ത്രില്ലടിച്ചിരിക്കുക. അവൾക്കും ഇതുപോലുള്ള സോഷ്യൽ വർക്കൊക്കെ ഉണ്ടേ. ഇപ്പൊ എന്താ വന്നത്? കുഞ്ഞുങ്ങൾക്ക് ജാൻസി ഒരു സമ്മാനം തന്നയച്ചു. താങ്ക് യു. ജാൻസിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് വിളിച്ചു തരട്ടെ? ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കൂ. ആയിക്കോട്ടെ. ചാർജ് പോയി. ആ മൊബൈലും തരുമോ? ഒന്ന് വിളിച്ചോട്ടെ. അതിനെന്താ? മിടുക്കി, സമ്മതിച്ചെന്നിരിക്കുന്നു. ഇതെന്റെ കയ്യിലിരിക്കട്ടെ. ഓക്കെ.
is she, doctor? ഷീസ് ഓക്കെ. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാ. ഇന്നലെ രാത്രി മുതൽ ഇടയ്ക്കിടയ്ക്ക് മായേച്ചയെ വിളിച്ച് കരയുന്നുണ്ട്. ഉണരുമ്പോ അവരുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. മായ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കിങ്ങിണി മോടെ ജീവനെ ഓർത്ത് എൻ്റെ മായ എത്രയും വേഗം കണ്ടുപിടിക്കണം സാർ. അത് ആ ഗുണ്ടകളിൽ ഒരാൾ കുവൈറ്റ് നാസറിന്റെ കൂടെ നടക്കുന്ന ആളാന്ന് ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കളക്ടറല്ലേ, ആ നാസറിന്റെ വീട് റെയ്ഡ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ട്. മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പെട്ടെന്നൊന്നും അയാളുടെ വീട് റെയ്ഡ് ചെയ്യാൻ പറ്റില്ല ഫാദർ. ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ പോലും അത് നടക്കില്ല. മാത്രമല്ല മായ അവിടെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായ തെളിവുകളും ഇല്ലല്ലോ. അപ്പോ എൻ്റെ മായമോളെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ലല്ലേ? ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആകെയുള്ളത് ഞങ്ങളുടെ മായച്ചിയ. മായച്ചിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കണേ അയ്യപ്പ. ആ മുയൽ അപ്രത്യക്ഷമായത് മരുന്ന് കഴിച്ചത് കൊണ്ടല്ല, പ്രേതത്തിന്റെ കളി കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ശേഖർ സാറിന്റെ മകൾക്ക് ആക്സിഡന്റ് ആയില്ലേ? തൊട്ടടുത്ത വീട്ടിലെ പെങ്കൊച്ചിനെ ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയില്ലേ? മോനെ തങ്കപ്പാ, പ്രേതം പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പ്രേതങ്ങൾ വരുന്ന അറിയാൻ വല്ല വഴിയുണ്ടോ താമരേട്ടാ? സാധാരണ പ്രേതങ്ങൾ വെള്ളിയാഴ്ച ദിവസം വെള്ളമടിച്ച് വെള്ളം എടുത്ത് പാട്ടും പാടിയാണ് വരാറ്. ഇത് സായിപ്പിന്റെ മതാമയുടെ പ്രേതമായതുകൊണ്ട് മലയാള പാട്ട് പാടാൻ വഴിയില്ല, ഇംഗ്ലീഷ് പാട്ടിനേ ചാൻസ് ഉള്ളൂ. മലയാളത്തിൽ രക്ഷാനം കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് രക്ഷാനം കേട്ടിട്ടില്ല. അതാ ഡ്രാക്കുള സോങ് എന്നാ കേട്ടോ. അങ്കിളെ, ഐസ്റ്റീൻ അങ്കിളെ. എന്നാ അവിടെ കിടക്ക്. Represent, yeah, yeah. Represent the hip hop. Represent. Represent. Represent, yeah. Represent the hip hop. Represent. എന്തോ പ്രേതം കൂടിയാ.
Microphone check, yo, microphone rap. Go to war like a vet on the lyrical set. Cause I'm a soldier, hitting you with words. Playing the vocal zone, put like ആരും തൊടണ്ട വേദം കൂടിയതാ represent, yeah, yeah. കുവൈറ്റ് നാസറിന്റെ വീട് കാണോ? ആരുടെ കുവൈറ്റ് നാസർ അന്വേഷിക്കണം? ആരുടെ ബഹുമാനം? കോട്ടും ടൈയും ഒക്കെ കെട്ടി ടിവിയുടെ മുന്നിലിരുന്ന് ആദർശം പറയാം, പക്ഷേ ജീവിക്കണമെങ്കിൽ പോക്കറ്റിൽ കാശ് വേണം സാർ. ഇപ്പൊ നിങ്ങൾ തന്നെ എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടാ മന്ത്രി MLA ഒക്കെ ആയത്? ഒരു മിനിറ്റിലെ ഒരു ന്യൂസ് കൊണ്ട് അതെല്ലാം തകർന്നടിയും ഓർത്തപ്പോ എനിക്ക് സഹിച്ചില്ല. അതുമാത്രമല്ല, ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് ആഗോള തലത്തിൽ തന്നെ പുരോഗതിയുടെ ഒരു ഭാഗമല്ലേ സർ? വികസനവും അഴിമതിയും ഒരു നാണയത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ്. അഴിമതിയില്ലാതെ വികസനമില്ല, വികസനമില്ലാതെ അഴിമതിയില്ല. ഓ, സമ്മതിച്ചു. സർവവിജ്ഞാന കോശം തന്നെ. താങ്ക് യു. എനിക്ക് നന്ദിയേക്കാളും ഇഷ്ടം പണമാണ് സർ. എന്റെ പ്രിയപ്പെട്ട ചാനലിനെയും എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന മായയും ഒറ്റുകൊടുത്തിട്ടാ ഞാൻ നിങ്ങളുടെ ജീവിതം രക്ഷിച്ചത്. എന്റെ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. 5 ലക്ഷം രൂപയുണ്ട്, തൽക്കാലം ഇതിരിക്കട്ടെ. ഇതെന്തുവായത്? 1400 കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ പോലും 140 കോടി വരില്ലേ? സാറന്മാർക്ക് അറിയാലോ, ഞാനില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ സർക്കാരിന്റെ കബറടക്കം കഴിഞ്ഞാൽ ഒരു 14 കോടിയെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റൂ. താൻ ആള് കൊള്ളാലോ. എടോ സർവവിജ്ഞാന കോശമേ, തന്നെ ഇനി ഞങ്ങൾ വേണ്ടതുപോലെ കാണുന്നുണ്ട്. വേണ്ടി വന്നാൽ തനിക്കൊരു ചാനൽ തന്നെ ഇട്ട് തരാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ഇത് മേടിച്ചോണ്ട് പോ. താങ്ക് യു സർ. പക്ഷെ സാറന്മാര് ബാക്കി കസേരയുടെ ബാലൻസ് പോയി സാർ. അതോ 5 ലക്ഷം കണ്ടപ്പോ എന്റെ ബാലൻസ് പോയാ? ഇല്ല സാർ, കാശ് കിട്ടും തോറും എന്റെ ബാലൻസ് കൂടുകയോ. കാണിക്കാ കാശ് കിട്ടിയ പണം വട്ട് പിടിച്ചാ പിടിച്ചോ സാർ. വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, വൈകുന്നേരം അടിച്ചോളാം. തൽക്കാലം ചെല്ല്, നമുക്ക് പിന്നെ കാണാം. ഭ്രാന്തനാണെങ്കിലും അവൻ ചെയ്ത ഉപകാരം നമുക്ക് വിലമതിക്കാത്തതല്ലേ? അതുകൊണ്ടല്ലേ ഓനെ നമ്മൾ തല്ലാണ്ട് വിട്ട്. ദേ വരുന്നു പിശാചുക്കൾ. എന്താ ജോണി, കിട്ടിയോ? ഒരു കാർഡും കിട്ടിയില്ല എന്റെ നാസറിക്ക. അവളുടെ കയ്യിൽ അത് പില്ലാന്നാ പറയണേ. പിന്നെ നീയൊക്കെ കണ്ടെന്ന് പറഞ്ഞത്? ഞങ്ങൾ കണ്ടതാണ് നാസറിക്ക. അവളുടെ സെല്ല് മേടിച്ച് ക്ലിപ്പിംഗ്സ് ഞങ്ങൾ കണ്ടതല്ലേ. ഷേക്കിന്റെ കയ്യിൽ നിന്ന് യൂനസ് സാറും ദിവാരൻ സാറും പണം വാങ്ങുന്നത് അവള് നല്ല വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടെ പോയടോ? ഇനിയിപ്പോ അതോള് വീട്ടിലിട്ടുണ്ടാവോ? നിങ്ങൾ വാ, അവളങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. വാടാ പിശാചുക്കളെ. ആര് തട്ടി? അപ്പൻ. പറയടേ, നിന്റെ സെല്ലിൽ കിടന്ന മെമ്മറി കാർഡ് എവിടെ? എനിക്കറിയില്ല. ഇങ്ങോട്ടൊക്കെ ടിവിന്റെ മുമ്പിൽ കിടന്ന് ചിലക്കണമാര് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് ചിലച്ചാണ്ടല്ലോ. അന്നെ ഞങ്ങൾ കൊത്തി നുറുക്കി കുക്കർ കയറ്റി ബിരിയാണി വെക്കും. മര്യാദക്ക് പറഞ്ഞോ, എവിടെ അണ്ടി മെമ്മറി കാർഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കണേ? എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? മര്യാദക്ക് എന്നെ തുറന്നു വിടുന്നതാ നിങ്ങൾക്ക് നല്ലത്. അയ്യോ എന്റെ പൊന്നുമോളെ, നീ കിടന്ന് വെറുതെ ചൂടാകാതെ. എന്തോരം നല്ല കിളിന്ത് ശരീരമായത്. വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കാതെ നിന്റെ മെമ്മോറിയൽ കാർഡ് യുവമാർക്ക് കൊടുക്ക്. ഇല്ലെങ്കിൽ ആ പേരും പറഞ്ഞ് യുവമാർ കയറി നിരങ്ങും. മാന്യന്മാരെ രഹസ്യമായി സംസാരിക്കുന്നിടത്ത് കയറിയാം അവരുടെ ഉമ്മാന്റെ പത്രപ്രവർത്തനം. ജോണി, ഓളെ കൊല്ലന്റെ ഓളുടെ പീറ പിള്ളരില്ലേ, അവറ്റോളും കൂടെ തീയിലിട്ട് ചുട്ടാളാ. ചുട്ട് തിന്നടോ. അതിലേ തന്റെ രക്തത്തിലുള്ള കുഞ്ഞുണ്ട്, അപ്പൊ സ്വാദ് കൂടും. താൻ നശിപ്പിച്ച് കൊന്നുകളഞ്ഞൊരു പാവം പെൺകുട്ടിയില്ലേ, അവളുടെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നുണ്ടോ? എന്നെ കൊന്നാലും ശരി,
തന്നെ പോലുള്ള മനുഷ്യ പിശാചികളുടെ മുന്നിൽ ഞാൻ തല കുനിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. തപ്പിയെടുക്കടാ അവളെ ദേഹത്തുനിന്ന് കാട്. ചോരെ ഇത് എന്നെ എന്തിനാ കുത്തിയ സാറേ? ഞാനങ്ങ് കുത്തിയിട്ടില്ല. ഇവളെ കയറി പിടിക്കണ്ടെങ്കിൽ പറഞ്ഞാ പോരായിരുന്ന. എന്തിനാ എന്റെ ചന്തിക്കിട്ട് കുത്തിയത്? അനക്കെന്താ കങ്കട്ട് വരും ജാലോജി കാണിക്കാൻ? അടിക്കരുത്, ഞാൻ മന്ത്രിയാണ്. എന്റെ ആട്ടുകാലം വെച്ച് ഒരു രക്തപുഷ്പാഞ്ജലി നടത്തിയേക്കാവേ. കണ്ടോ കണ്ടോ പഠിപ്പിശാശി നിന്നത് കണ്ടോ? ഇവളുടെ ദേഹത്ത് ജിന്ന് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജിന്നല്ല സാഹിബേ, കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ വടിയക്ഷി. എന്റെ ആറ്റുകാരമ്മച്ചി ആരാണോ ഈ അതിശയം കാണിക്കുന്നത്? അതിശയം